കോങ്കോക്കെതിരെ പോർച്ചുഗലിന്റെ മോശം റിസൾട്ടിന്റെ പാപഭാരം മുഴുവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചുമലിൽ കെട്ടിവെക്കുമ്പോൾ യഥാർത്ഥ വില്ലൻ ചുളിവിൽ രക്ഷപ്പെട്ടു പോവുകയാണ് റോബർട്ടോ മാർട്ടിനസ് എന്ന അവരുടെ മാനേജർ. ബെൽജിയത്തിന്റെ സുവർണ തലമുറയെ ഒന്നുമല്ലാതാക്കി തീർത്തതിനും ഫിഫ റാങ്കിങ്ങിലെ 2ാം സ്ഥാനക്കാരായി ലോകകപ്പിനെത്തിയ ടീമിനെ 2022 ഒന്നാം റൗണ്ടിൽ തന്നെ പുറത്തേക്കു നയിച്ചതിനും ശേഷം മാർട്ടിനസ് ഇപ്പോൾ പോർച്ചുഗലിന്റെ ഗോൾഡൻ ജനറേഷനെയാണ് സ്പോയിൽ ചെയ്യുന്നത്. മാനേജർ എന്ന നിലയിൽ മാർട്ടിനസിന്റെ ഔന്നത്യം വെളിവാക്കുന്ന ടാറ്റിക്സുകളുണ്ടാകാം. പക്ഷേ ബിഗ് ടൂർണമെന്റുകളിൽ വലിയ റിസൾട്ടുകളില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. സൂപ്പർ താരങ്ങളെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യാത്ത ഫ്രാൻസിനെ ദിദിയർ ദശാംസ് ഒത്തിണക്കുന്ന ടീമായി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് മൈതാനത്ത് പോലും പടലപ്പിണക്കം പരസ്യമായി കാണുന്ന വിധത്തിൽ മാർട്ടിനസ് പറങ്കിപ്പടയെ നശിപ്പിക്കുന്നത്. ടാക്ടിക്കലി പോർച്ചുഗലിന് ചേർന്ന ശൈലിയല്ല അയാളുടേത് എന്നാണ് എൻ്റെ തീർത്തും വ്യക്തിപരമായ അഭിപ്രായം. മാത്രമല്ല മാനേജ്മെന്റിൽ അയാൾ പരാജയവുമാണ്. ഫെർണാണ്ടോ സാന്റോസിന്റെ കാലത്തെ പോർച്ചുഗലിന്റെ പദ്ധതി ഡിഫൻസിൽ ഊന്നിയുള്ള പ്രായോഗികതയായിരുന്നു. നെഗറ്റീവ് എന്ന പഴി കേൾക്കുമ്പോഴും ടീമിലെ ടാലന്റുകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. യൂറോ കപ്പും യുഎഫ നാഷൻസ് ലീഗും ഷെൽഫിലെത്തിയത് വെറുതെയല്ല. പോർച്ചുഗൽ കുപ്പായത്തിലെ ക്രിസ്ത്യാനോയുടെ നല്ല വർഷങ്ങൾ അദ്ദേഹത്തിന് കീഴിലായിരുന്നു. ഞാൻ ആ ശൈലിയുടെ ആരാധകനല്ല എന്നത് വേറെ കാര്യം. പതുങ്ങിയെന്ന് ആക്രമിക്കുന്നതിന് പേര് കേട്ടിരുന്ന പോർച്ചുഗലിനെ മധ്യനിരയിൽ നിന്ന് ബോക്സിലേക്ക് ക്ഷണവേഗം കൊണ്ട് പന്തെത്തിക്കാൻ കെൽപ്പുള്ള കിടിലൻ മിഡ്ഫീൽഡർമാരും പ്ലേമേക്കർമാരും വിങ്ങർമാരും ഉണ്ടായിട്ടും ഒരു പാസിംഗ് ടീമാക്കി മാറ്റുകയാണ് മാർട്ടിനസ് ചെയ്തത്. കോങ്കോക്കെതിരെയുള്ള നല്ലൊരു ലോങ് റേഞ്ചോ വശങ്ങളിൽ നിന്ന് ചാട്ടുളി കണക്കെയുള്ള ക്രോസുകളോ വന്നില്ല. ഡിഫൻസിനെ ഡ്രിബിൾ ചെയ്ത് വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഗോൾ അവസരങ്ങളും തുറന്നില്ല. ഡൊമിനൻസ്, പൊസിഷണൽ പ്ലേ ഒക്കെ അറ്റാക്കിംഗ് ഫുട്ബോളിലെ ആകർഷക പദങ്ങളാണ്. പക്ഷേ സ്ട്രെച്ചറിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ഗോളിന് നേരെ പന്ത് പായിക്കുക എന്നത് സെക്കൻഡറി ആവുകയും ചെയ്യുമ്പോൾ കളി പ്രവചനീയവും ബോറിങ്ങുമാകുന്നു. കാര്യങ്ങൾ നന്നായി വർക്കാവുന്ന ദിനങ്ങളിൽ നല്ല കളികൾ സൃഷ്ടിക്കാൻ മാർട്ടിനസിന് കഴിയുമ്പോൾ തന്നെ കൃത്യമായ കൗണ്ടർ പ്ലാനുകൾ എത്തുന്ന ടീമുകൾക്കെതിരെ അയാളുടെ ടീം വിഷമിപ്പിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഒരു മിന്നും സീസണിന് ശേഷം വന്ന ബ്രൂണോയൊക്കെ ലക്ഷ്യബോധമില്ലാതെ ചുറ്റിക്കറങ്ങുന്നത് കാണേണ്ടി വരിക എന്നത് കഷ്ടമാണ്. 2022 ക്രിസ്ത്യാനോയെ ബെഞ്ചിലിരുത്താൻ സാന്റോസ് കാണിച്ച ധൈര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. CR7 ആരാധകർ ഏറെ വിഷമിച്ചെങ്കിലും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കുക മാത്രമാണ് സാന്റോസ് ചെയ്തത്. അതിനദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ മാർട്ടിനസ് ചെയ്തത് ക്രിസ്ത്യാനോയെ ഉപാധികളില്ലാതെ പുൽകുകയാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾക്ക് ചുറ്റും ടീം ബിൽഡ് ചെയ്യുക എന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ അർജന്റീനയിൽ സ്കലോണി ചെയ്യുന്നത് പോലെ ടീമിലെ മറ്റംഗങ്ങളെ അതിനുവേണ്ടി പാകപ്പെടുത്തണം. ക്രിസ്ത്യാനോയുടെ മാറിയ പ്രായത്തെ മനസ്സിലാക്കി പരിമിതികൾ ഉൾക്കൊണ്ടുള്ള പദ്ധതികൾ സൃഷ്ടിച്ച് അതിനുവേണ്ടി ടീമിനെ ഒരുക്കണം. അയാൾക്ക് പന്തെത്തുന്ന വിധത്തിലും അയാളുടെ സാന്നിധ്യം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ചാനലുകൾ തുറക്കുന്ന വിധത്തിലുമുള്ള ഗെയിം പ്ലേ ഡിസൈൻ ചെയ്യണം. കോങ്കോക്കെതിരായ മത്സരത്തിൽ ഇതൊന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, പന്ത് കിട്ടാതെയും സ്പേസ് ലഭിക്കാതെയും ഡിഫൻഡർമാർ പൊതിഞ്ഞുവെച്ച ക്രിസ്ത്യാനോയെ മുഴുവൻ സമയവും മാർട്ടിനസ് കളിപ്പിച്ചു. ഗോൺസാലോ റാമോസിനെ കളത്തിലിറക്കാൻ വേണ്ടി മധ്യനിരയിൽ നിന്ന് വിറ്റിഞ്ഞയെ പിൻവലിക്കുക എന്ന അതിബുദ്ധി കൂടി അയാൾ കാണിച്ചു. ഒരു മത്സരത്തിലെ പ്രകടനം കൊണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നറിയാം. ഞാനീ പറയുന്നതെല്ലാം കുറച്ചധികം ഇമോഷണലുമാണ്. തലമുറകളെ പ്രചോദിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്ത ക്രിസ്ത്യാനോ എന്ന ഇതിഹാസം ഹംസഗാനം പാടാനെത്തിയ ഈ ടൂർണമെന്റിൽ പോർച്ചുഗൽ ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്ന ആഗ്രഹത്തിൽ നിന്ന് പറയുന്നതാണ്. കളിക്കാരുടെ, പ്രത്യേകിച്ചും സൂപ്പർ താരങ്ങളുടെ ഈഗോ മാനേജ് ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. വരും മത്സരങ്ങളിലെങ്കിലും മാർട്ടിനസ് അതിൽ വിജയിക്കട്ടെ എന്നും അയാൾ വിഭാവന ചെയ്യുന്ന ഫ്ലൂയിഡ് ഫുട്ബോൾ മൈതാനത്ത് കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നും ക്രിസ്ത്യാനോ ഗോളുകൾ കണ്ടെത്തട്ടെ എന്നും ആഗ്രഹിക്കാം. സ്പോർട്സ് ഡെസ്ക്, സി ടോക്സ്.